കൊള്ളാം, അസലായിട്ടുണ്ട്, ഗംഭീരായിട്ടുണ്ട് കച്ചവടം. ഒന്നറിയില്ലല്ലേ? എന്റെ അമ്മയോടും സരസ്വതിയോടും ഞാൻ പറഞ്ഞു നിങ്ങൾ ദൈവാന്ന്. എല്ലാരോടും പറഞ്ഞു. എന്റെ മനസ്സിനോട് തന്നെ പിന്നെയും പറഞ്ഞു നിങ്ങൾ ദൈവാന്ന്. എന്നോ മരിച്ചുപോയി എന്റെ അച്ഛനെ ശുശ്രൂഷിച്ചു കൊണ്ടു നടക്കുന്നതിന് പകരം നിങ്ങളെന്നെ ഒരു മകനെ പോലെ കരുതുന്നു വിചാരിച്ചാ നിങ്ങൾ എന്നെ ചതിക്കണായിരുന്നു. എന്താടോ, എന്താ ഇതെല്ലാം? അത് ചാർട്ടിങ്ങിൽ ചെറിയൊരു ചേഞ്ച്. പുതിയൊരു ഡോണർ വന്നു. ഇയാൾ ചോദിച്ചതിന്റെ പകുതി തുക മതിയത്രേ. കുട്ടികൾ അതങ്ങ് ഉറപ്പിച്ചു. പ്രിലിമിനറി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞു. കാര്യങ്ങൾ ഓക്കെയാണ്. അതറിഞ്ഞപ്പോ ഇയാൾ വെറുതെ കയറി അങ്ങ് വയലന്റ് ആകുന്നു. അങ്ങാടിയിൽ ഒരേ ഗുണനിലവാരമുള്ള ഒരേ സാധനം 2 വിലക്ക് കിട്ടാറുണ്ട്. അരവിന്ദൻ ഇതിലേതാണ് വാങ്ങുക? കുറഞ്ഞ വിലയുള്ളത് അല്ലേ? അത് തിരിച്ചറിയാത്തവൻ മണ്ടൻ, ജീവിക്കാൻ അർഹതയില്ലാത്തവൻ. അപ്പോ എന്റെ മക്കള് തീരുമാനിച്ചത് തന്നെ ശരി. ശരീരത്തിൽ ഭാരം കൂടിയിട്ട് വിൽക്കാൻ കൊണ്ടുവന്നല്ല, ജീവിക്കാൻ, കുടുംബത്തെ ജീവിപ്പിക്കാൻ. ഒരു കിഡ്നി അല്ല, വേണമെങ്കിൽ ഈ ശരീരത്തിലെ ഓരോ അവയവും പറിച്ചു വെച്ച് തീർന്നു വന്നാൽ അങ്ങനെയും ജീവിപ്പിക്കാൻ സമ്മതിക്കില്ല ഞാൻ. എന്നോട് പറഞ്ഞ വാക്കിന് നിങ്ങൾ എന്റെ കിഡ്നി സ്വീകരിച്ചേ തീരൂ. വാക്കോ? ഇതിലൊന്നും വലിയ കാര്യമില്ല രവന്ത. കിഡ്നി മുതൽ ഹൃദയം വരെ മാറ്റിവെക്കാൻ പഠിച്ച മനുഷ്യന് മാറ്റി പറയാൻ പറ്റാത്ത ഒന്നാണോ ഒരു വാക്ക്? ഒന്ന് മനസ്സിലാക്കിക്കോ, കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു വലിയ ചന്തയാണ് ഈ ലോകം. ഇവിടെ വിൽക്കുന്നതെന്തും വലിയ വിലയ്ക്ക് വിൽക്കണം, വാങ്ങുന്നതെന്തും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനും പഠിക്കണം. അതറിയാത്തവൻ കച്ചവടം അവിടെ വെച്ച് അവസാനിപ്പിച്ച് പോകുന്നതാണ് നല്ലത്. മനസ്സിലായില്ലേ? തനിക്ക് പോകാം. ഇവിടുന്ന് ഇറങ്ങി പോകാനാ പറഞ്ഞത്. പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലേ? വേണ്ട, ഞാൻ പറഞ്ഞ അവൻ പൊക്കോളും. മുതലാളി തൊഴുകയോടെ വന്നു, തൊഴുകയോടെ പോവാ. ഒരു ചെറിയ കാര്യം, നാളത്തെ പത്രം ഒന്ന് മുതലാളി വായിക്കണം. നല്ലൊരു വാർത്ത ഉണ്ടാവും. വായിക്കാറില്ലേ ദിവസം നമ്മുടെ പത്രങ്ങളിലെ കുടുംബങ്ങളുടെ കൂട്ടാത്മഹത്യകളെ കുറിച്ച്? ദാരിദ്ര്യവും പട്ടിണിയും ബ്ലേഡും പലിശയും വരുത്തി തീർത്ത കൂട്ടക്കുരുതികള്. അവരാരും വിനോദയാത്രയ്ക്ക് പോയവരല്ല. പിറന്ന നാട് കരുതി വെച്ചത് കണ്ണീരും കഷ്ടപ്പാടും മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ, ജീവിക്കാൻ അർഹതയില്ലെന്ന് ഉറപ്പായിപ്പോ തിരിച്ചുപോയവരാ. ആ കൂട്ടത്തിലെ ഈ അരവിന്ദന്റെ കുടുംബത്തിനും ടിക്കറ്റ് ഒക്കെയാ. കടങ്ങളും കഷ്ടങ്ങളില്ലാത്തടത്തേക്ക് എനിക്കും എന്റെ കുടുംബത്തിനും ടിക്കറ്റ് ഒക്കെയാ. ഈശ്വരൻ അനുഗ്രഹിച്ചവർക്ക് ശപിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന എന്തിനാ? എന്നാലും പ്രാർത്ഥനയുണ്ട് അങ്ങയുടെ ആരോഗ്യത്തിനും ആയുസ്സിനും.